മുഖ്യമന്ത്രിക്കെതിരെ സമൂഹമാധ്യമത്തിലൂടെ അപവാദ പ്രചാരണം നടത്തിയ KSRTC ജീവനക്കാരന് സസ്പെൻഷൻ. എടപ്പാൾ കണ്ടനകം KSRTC റീജിയണൽ വർക്ക്ഷോപ്പിലെ സ്റ്റോർ ഇഷ്യൂവർ M സന്തോഷ് കുമാറിനെതിരെയാണ് നടപടി. സമൂഹമാധ്യമം വഴി സന്തോഷ് കുമാർ അപവാദ പ്രചാരണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. യൂനുസ് അഹമ്മദ് വിവരങ്ങൾ തന്നെ ചേരുന്നു. യൂനുസ്, ഒരു അസാധാരണ നടപടിയാണല്ലോ. അനീഷ, വളരെ അസാധാരണമായ ഒരു വിചിത്രമായ ഒരു നടപടിയാണ് ഇപ്പോൾ ഈ KSRTCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ മുഖ്യമന്ത്രിക്കെതിരെ സമൂഹ മാധ്യമത്തിലൂടെ അപവാദ പ്രചാരണം നടത്തിയെന്ന് ആരോപിച്ചത് എന്ന പേരിലാണ് ഇപ്പോൾ KSRTC ജീവനക്കാരനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തത്. മലപ്പുറം എടപ്പാൾ കണ്ടനകം KSRTC റീജിയണൽ വർക്ക്ഷോപ്പിലെ സ്റ്റോർ ഇഷ്യൂവറായ M സന്തോഷ് കുമാറിനെതിരെയാണ് നടപടി. ഈ സമൂഹ മാധ്യമം വഴി ഈ സന്തോഷ് കുമാർ അപവാദ പ്രചാരണം, മുഖ്യമന്ത്രിക്കെതിരെ അപവാദ പ്രചാരണം നടത്തി എന്നാണ് ഇപ്പോൾ ഈ KSRTCയുടെ റിപ്പോർട്ടുള്ളത്. ഈ KSRTC വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായ MA ഷാജിയാണ് ഇപ്പോൾ ഈ ഒരു ഉത്തരവ് പുറത്തിറക്കിയത്. മുഖ്യമന്ത്രിയും അതോടൊപ്പം ഗതാഗത മന്ത്രിയെയും അവഹേളിക്കുന്ന പോസ്റ്റുകൾക്ക് താഴെ കമന്റ് ചെയ്യുന്നത് ഗുരുതര ചട്ടലംഘനവും അതോടൊപ്പം പെരുമാറ്റ ദൂഷ്യവുമാണെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതോടെ ഈ ഒരു ഉദ്യോഗസ്ഥൻ, ഈ KSRTC ജീവനക്കാരൻ ഈ മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും വിമർശിക്കുന്ന പോസ്റ്റുകൾക്ക് താഴെ കമന്റ് ഇട്ടു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതും ചട്ടലംഘനമാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. ഉത്തരവിന്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും വളരെ വിചിത്രമായിട്ടുള്ള ഒരു നടപടിയാണ് ഈ ഉദ്യോഗസ്ഥന്റെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. അനീഷ, യൂനുസ്, ഈ നടപടി നേരിട്ട് M സന്തോഷ് ഇനി നിയമ നടപടിക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ ഈ സസ്പെൻഷനെ ചോദ്യം ചെയ്തുകൊണ്ട്? അനീഷ, നിലവിൽ ഈ ഉദ്യോഗസ്ഥൻ, ഈ ജീവനക്കാരൻ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോൾ നിലവിൽ പ്രതികരിക്കാനില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ, മറ്റു വിവരങ്ങളൊക്കെ പിന്നീട് വ്യക്തമാകും. അനീഷ.